ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഗണിതത്തിൽ വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എക്സാമിന് മിക്കവാറും ചോദിച്ചേക്കാവുന്ന ഒരു ചോദ്യമാണ്. ക്ലോക്കിൽ ഒരു സമയം തന്നിട്ട് എത്രയാണ് ക്ലോക്കിലെ സമയം എന്ന് എഴുതാൻ. ഇവിടെ നോക്കിക്കേ, ഈ ക്ലോക്കിലെ സമയം എത്രയാണ്? ഇതിലെ മണിക്കൂർ സൂചി ഏതാണ്? ചെറിയ കട്ടിയുള്ള സൂചിയാണ്. അതെവിടെയാണ് വരുന്നത്? 1ൻ്റെയും 12ൻ്റെയും ഇടയ്ക്കാണല്ലോ. 12 കഴിഞ്ഞിട്ടുണ്ട് എങ്കിലോ 1-ലെത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ സമയം മണിക്കൂർ സൂചി എത്രമേലാണ്? 12ലാണ് എന്നാണ് എഴുതേണ്ടത്. സോ നിങ്ങളവിടെ 12 മണി എന്ന് എഴുതി കൊടുക്കുക. ഈ മിനിറ്റ് സൂചി ഏതാണ്? വലിയ കട്ടിയുള്ള സൂചിയാണ്. അത് 11ലാണ് അല്ലേ. മിനിറ്റിൽ പറയുമ്പോൾ 11 എന്നല്ല നമ്മൾ പറയുക. 11 എന്ന് പറഞ്ഞാൽ 55ആണ്. അതെങ്ങനെയാണ് കിട്ടിയത്? നമുക്കറിയാം, മിനിറ്റിൽ 1 എന്ന് പറഞ്ഞാൽ 5ആണ്, 2 എന്ന് പറഞ്ഞാൽ 10ആണ്, 3 15, 4 20, 5 25, 6 30, 7 35, 8 40, 9 45, 10 50, 11 55ആണ്. സോ ഇവിടെ മിനിറ്റ് വരുന്നത് 55 മിനിറ്റാണ്. ഇനി സെക്കൻഡ് സൂചി ഏത് സംഖ്യമേലാണുള്ളത്? 9ലാണ്. എങ്കിൽ നമ്മൾ പറയുക എത്രയാണ്? 45 സെക്കൻഡ് ആണെന്നാണ് ഇവിടെ പറയുക. സോ നമുക്ക് കിട്ടിയിട്ടുള്ള സമയം 12 മണി 55 മിനിറ്റ് 45 സെക്കൻഡ് എന്നാണ്. ക്ലോക്കിൽ ഒരു സമയം തന്നിട്ട് അത് എഴുതാൻ നിങ്ങൾക്ക് മിക്കവാറും ചോദിച്ചേക്കാം. സോ ഇങ്ങനെ എഴുതാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി ഒരു ചോദ്യമാണ്, സെക്കൻഡ് സൂചി 9ൽ നിന്നും 12-ലെത്താൻ എടുക്കുന്ന സമയം സെക്കൻഡുകളിലാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമുക്കറിയാം, ഓരോ സംഖ്യകൾക്കിടയിലും 5 സെക്കൻഡുകളാണുള്ളത്. അതായത് 9ൻ്റെയും 10ൻ്റെയും ഇടയിൽ 5 സെക്കൻഡ് ഉണ്ട്, 10ൻ്റെയും 11ൻ്റെയും ഇടയിൽ 5 സെക്കൻഡ് ഉണ്ട്, 11ൻ്റെയും 12ൻ്റെയും ഇടയിൽ 5 സെക്കൻഡ് ഉണ്ട്. സോ സെക്കൻഡ് സൂചിക്ക് 9ൽ നിന്ന് 12-ലെത്താൻ എത്ര ചാട്ടം എടുക്കുന്നു? 9ൽ നിന്ന് 10ലേക്ക് ഒരു ചാട്ടം, 10ൽ നിന്ന് 11ലേക്ക് ഒരു ചാട്ടം, 11ൽ നിന്ന് 12ലേക്ക് ഒരു ചാട്ടം. 3 ചാട്ടങ്ങളാണ് എടുക്കുന്നത്. സോ 3 പ്രാവശ്യം 5, 3 × 5 15. ഇവിടെ സെക്കൻഡ് സൂചി 9ൽ നിന്ന് 12-ലെത്താൻ 15 സെക്കൻഡാണ് എടുക്കുന്നത്. സിമ്പിളാണ്, നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ നമ്പറിൻ്റെ ഇടയിലും 5 സെക്കൻഡുകളാണുള്ളത്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം നോക്കാം. ഈ ടാപ്പിൽ നിന്നും ഒരു സെക്കൻഡിൽ 1 മില്ലി ലിറ്റർ വെള്ളം വീതം ഒഴുകിപ്പോകുന്നുണ്ട്. 10 മിനിറ്റ് കൊണ്ട് എത്ര മില്ലി ലിറ്റർ വെള്ളം ഒഴുകിപ്പോകും? ശ്രദ്ധിക്കുക, 1 സെക്കൻഡിൽ 1 മില്ലി ലിറ്റർ വെള്ളമാകും പോകുന്നത്. എങ്കിൽ 10 മിനിറ്റിൽ എത്ര വെള്ളമാണെന്ന് കാണാൻ നമുക്കറിയാം, 1 സെക്കൻഡിൽ 1 മില്ലി ലിറ്റർ ആണ്. 10 മിനിറ്റിൽ എത്ര സെക്കൻഡുകളാണോ ഉള്ളത് അത്ര മില്ലി ലിറ്റർ വെള്ളമല്ലേ പോകുന്നത്. 10 മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട് നിങ്ങൾക്കറിയോ? 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ 10 മിനിറ്റ് എത്ര സെക്കൻഡാണ്? 1 മിനിറ്റ് എന്ന് പറയുന്നത് അതിൽ 60 സെക്കൻഡ് ഉണ്ട്. 2 മിനിറ്റ് ആക്കുമ്പോൾ അതിൽ 2 പ്രാവശ്യം 60 സെക്കൻഡുകൾ വരുന്നു. അങ്ങനെയാണെങ്കിൽ 10 മിനിറ്റിൽ 10 പ്രാവശ്യം 60 സെക്കൻഡുകൾ വരുന്നുണ്ട്. 10 ഗുണിക്കണം 60, 600 എന്ന് കിട്ടി. 10 മിനിറ്റ് എന്ന് പറയുന്നത് 600 സെക്കൻഡുകളാണ്. 1 സെക്കൻഡിൽ 1 മില്ലി ലിറ്റർ വെള്ളമാണെങ്കിൽ 600 സെക്കൻഡിൽ 600 മില്ലി ലിറ്റർ വെള്ളമാണ് ഒഴിവായി പോകുന്നത്. സോ ഇതാണ് 600 മില്ലി ലിറ്റർ എന്നാണ് നമ്മുടെ ഉത്തരം. സോ ഇത്രയും ചോദ്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കുക. സോ താങ്ക് യു ഫ്രണ്ട്സ്.